بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، بسم الله ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوة إلا بالله. بسم الله ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوة إلا بالله العلي المنان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. نعمتان مغبون فيهما كثير من الناس، الصحة والفراغ. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء عظامه فطاب من طيبهن القاء واللكام. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشافع الذي ترجى شفاعته على الصراط إذا وزلت القدم. وصاحبك فلا أنساه ما أبدا مني السلام عليكم ما جار القلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت هيلتنا أدركنا. വേദിയിലെ അധ്യക്ഷൻ ഉള്ളാള കേന്ദ്ര ജമാഅത്ത് പള്ളിയുടെ അധ്യക്ഷനുമായ ഹനീഫാജി അവർകൾ വേദിയെ ദുആ ചെയ്തുകൊണ്ട് ധന്യമാക്കിയ സയ്യിദ് ഉജര ജലാലുദ്ദീൻ തങ്ങൾ അവർകൾ, മഹത്തായ പരിപാടിയിൽ ഖുർആൻ വിജയത്തിന്റെ വഴി എന്ന വിഷയം ആസ്പദമാക്കി വളരെ ഗംഭീരമായ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന ഷാഫി സഖാഫി ഉസ്താദ് അവർകൾ, വേദിയിലെ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ആത്മസുഹൃത്ത്, ഉള്ളാളം കേന്ദ്ര ജമാ മസ്ജിദിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഷിഹാബുദ്ദീൻ സഖാഫി, ആത്മസുഹൃത്ത് സൈനി ഉസ്താദ്, ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, സഹോദര സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസുകൾ, നമ്മുടെ ഈ പരിപാടികളെല്ലാം നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖുത്ബുസ് സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇഹലോകവും പരലോകവും അല്ലാഹു വിജയത്തിലാക്കി തരുമാറാകട്ടെ. മഹാനവറുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദിവസങ്ങളായി ഇവിടെ വിജ്ഞാനവേദി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 18 വരെ തുടരുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളുമായി ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ വിഷയാവതരിപ്പിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി മഹത്തായ ഈ വേദിയിൽ ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാടും ഈ ഉമ്മത്തിനും നേതൃത്വം വഹിച്ച മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ധാരാളം ബറക്കത്ത് ചൊരിച്ചു തരുമാറാകട്ടെ. അതുപോലെ നമുക്ക് നേതൃത്വം വഹിച്ച ഖുറത്തുസ് സാദാത്ത് ഖുറാ തങ്ങൾ അവർകൾ, അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഒരുപാട് നേതാക്കന്മാർ, ഈ നാട് നിയന്ത്രിച്ച ആളുകൾ നമ്മിൽ നിന്ന് അകന്നുപോയി. അല്ലാഹു അവരെ ഖബറുകളെല്ലാം സന്തോഷത്തിലാക്കുമാറാകട്ടെ എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഖുർആൻ വിജയത്തിന്റെ വഴി എന്ന വിഷയം വളരെ വ്യക്തമായി, സാരസമ്പൂർണമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ ഖുർആൻ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സിൽ ജബലുൻ നൂറിൽ വെച്ചുകൊണ്ട് ഇഖ്റ ബിസ്മി സൂറത്ത് കൊണ്ട്, ഇഖ്റ ബിസ്മി ആയത്ത് കൊണ്ട് ആരംഭിച്ചു
23 വർഷക്കാലം വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സാന്ദർഭോചിതമായി അവതരിപ്പിക്കപ്പെട്ട മഹത്തായ പരിശുദ്ധമായ ഖുർആൻ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്ത് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ, ഖുർആന്റെ അവതീർണം അവസാനിപ്പിക്കുമ്പോൾ കാലയളവിൽ സാന്ദർഭോചിതമായി വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഈ ഉമ്മത്തിനോട് സംസാരിച്ചു. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച സമയവും സന്ദർഭവും എല്ലാം നേരത്തെ ഇവിടെ വിവരിക്കുകയുണ്ടായി. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ വിഷയങ്ങളും മക്കയിലെ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കി കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ പരിശുദ്ധമായ ഇസ്ലാമിൽ എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ മുഅ്മിനീൻ എല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന ഓതിയതായ ആയത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിജയികളായ ആളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് എന്നും ആരാണ് വിജയം കൈവരിക്കുന്നവർ എന്നും പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് പഠിപ്പിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയം കൈവരിച്ചു. ആരാണ് വിജയം കൈവരിച്ച മുഅ്മിനീങ്ങൾ? സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നിസ്കാരത്തിൽ വളരെ ഭയഭക്തിയുമുള്ള ആളുകളാണ് അവരോ. നിസ്കരിക്കുന്നവരെ എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരക്കാരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവർ വിജയം കൈവരിച്ചവരാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനീൻ നമ്മോട് പറയുന്നു, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. പിന്നെ ആരാണ് വിജയം കൈവരിച്ച ആളുകൾ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവിധ ലഗ്വിനെ തൊട്ട് അവർ പിന്തിരിയുന്നവരാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. അനാവശ്യ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നവരല്ല. അനാവശ്യമായ കാര്യങ്ങൾ ഓരോന്നും ഏതെല്ലാമാണ് എന്ന് ഇവരെ വിവരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വിരോധിച്ച കാര്യങ്ങളോ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ കള്ള് മുതൽ പെണ്ണുപൊടി വരെയുള്ള മനുഷ്യനെ മസ്തിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മുതൽ വ്യഭിചാരം വരെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഓരോന്ന് എണ്ണിപ്പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യങ്ങൾ,
അല്ലാഹുവിന് സമ്മതമില്ലാത്ത കാര്യങ്ങളോ നിസ്സാരപ്പെട്ട കാര്യങ്ങള് പോലും അനാവശ്യമായി ഇടപെടാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചപ്പോൾ പരിശുദ്ധമായ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത മഹത്തായ ഖുർആനിന്റെ സന്ദേശം മക്കയിൽ ഓതി കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ താല്പര്യപ്പെടാൻ തുടങ്ങി. പരിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതാണ് നേരത്തെ ഷാഫി ഉസ്താദ് അവர்கள் പറഞ്ഞ മഹാനായ അമീറുൽ മോമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം സഹോദരിയുടെ പെങ്ങളുടെ നാവിലൂടെ ഉച്ചരിച്ച ഖുർആൻ അത് കേട്ടത് കാരണമായി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ മഹാന്മാരിൽ ഒരാളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പരിശുദ്ധമായ ആ മക്കയിൽ വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വലിയ പോക്കരിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ ആരും പോകാറുണ്ടായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ എല്ലാവരും പേടിക്കുമായിരുന്നു. ഇന്നും മക്കയിൽ കാണാം ജബൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പർവ്വതം. ആ പർവ്വതത്തെ തട്ടി ധാരാളം ബിൽഡിങ്ങുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാലും അവിടത്തെ പേര് ജബൽ ഉമർ എന്ന് തന്നെയാണ്. ആരാണ് ജബൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പർവ്വതം? ആരുടെ പേരാണ്? ആരാണ് ഉമർ? മഹാനായ അമീറുൽ മോമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജബൽ ഉമറിന്റെ അടുത്തുള്ള ഒരു പാറക്കല്ലിൽ ഇരിക്കുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ പോകുന്ന യാത്രക്കാർ, കച്ചവടച്ചരക്കുമായി പോകുന്ന ആളുകളോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പാറക്കല്ലിന്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരു വീതം വെച്ചിട്ടല്ലാതെ പോകാൻ പാടില്ലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓഹരി കൊടുക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെ പോകാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ മക്കയിൽ ഒരു പോക്കരിയായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് മുമ്പ് എല്ലാ നിലക്കും പേടിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി, ധീരനായി വളർന്നു വന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുവാനും തലയെടുക്കാനുമായി വാളുമായി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരിയുടെ, സ്വന്തം പെങ്ങളുടെ വാഴിയിലൂടെ ഓതിയ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം മക്ക മുശ്രിക്കീങ്ങൾക്കത് സഹിക്കാനായില്ല. എങ്ങനെ ഓരോന്നോരോന്നമായ മക്കയിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ തടയാൻ നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുന്ന ഖുർആനിനെ തടയാൻ നോക്കി. ആ ഖുർആൻ പരസ്യമായി ഓതാൻ പാടില്ല എന്നവർ തടയാൻ തുടങ്ങി. പരിശുദ്ധമായ മക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ മുഹമ്മദുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാൻ തുടങ്ങി. മുഹമ്മദിന്റെ അരികിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിലേക്ക് പുറം നാട്ടിൽ നിന്ന് വരുന്ന വിദേശികളായ ആളുകളെ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരുമ്പോൾ
ചെവിയിലേക്ക് പഞ്ഞു വെച്ചുകൊണ്ട് പരത്തി വെച്ചുകൊണ്ട് മക്കയിലേക്ക് പോകണമെന്ന് പ്രഖ്യാപിച്ച മക്ക ഖുറൈശികൾ എന്തിനാണത്? മക്കയിൽ ഖുർആനിന്റെ ഓത്ത് എവിടെയെങ്കിലും കേട്ടാൽ, മുഹമ്മദ് ഓതുന്നത് കേട്ടാൽ, മുഹമ്മദിന്റെ അനുയായികൾ ഓതുന്നത് കേട്ടാൽ അവരും പരിശുദ്ധമായ ഖുർആനിൽ വീണുപോകും. അത്രയും സുന്ദരമായ വിഷയങ്ങളാണ് ഖുർആനിലുള്ളത് എന്ന് മക്കക്കാർക്കറിയാം. നിങ്ങൾ അറിയുമോ, മഹാനായ ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ കേൾക്കാനുമായി ഗിഫാറിൽ നിന്ന് വന്നപ്പോൾ തന്റെ നാട്ടിൽ മക്കയിൽ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് എന്നും ആ മുഹമ്മദ് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അത് വല്ലാത്തൊരു സംഭവമാണ് എന്നും അതിൽ ഒരുപാട് നന്മകളുണ്ട് എന്നും ആ നന്മകൾ കേട്ടുകൊണ്ട് ആഴത്തിലുള്ള അർത്ഥമുള്ള മഹത്തായ ഖുർആൻ കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ പുതിയ മതമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുമ്പോൾ മക്ക ഖുറൈശികൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലേക്ക് പഞ്ഞു വെച്ചു കൊടുത്തു. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്തിനാണ് എന്റെ ചെവിയിലേക്ക് പഞ്ഞു വെച്ചു തരുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് വരുന്നത് എന്ത് ഉദ്ദേശത്തിലാണോ? പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്യാനാണല്ലോ. എന്നാൽ അത് മാത്രം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ പോകണം. മക്കയിൽ ആരുമായി ബന്ധപ്പെടാൻ പാടില്ല. മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും അയാളുമായി ബന്ധപ്പെടാൻ പാടില്ല. അയാൾ ഓതുന്ന ഖുർആൻ കേൾക്കാൻ പാടില്ല. അയാൾ ഓതുന്ന ഖുർആൻ ആരെങ്കിലും ഓതിയാൽ അത് കേൾക്കാനും പാടില്ല. ആ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പഞ്ഞു വെച്ചതിന്റെ കാരണം വിവരിച്ചപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നുകൊണ്ട് തന്റെ ഇബാദത്താകുന്ന മക്കയിലെ പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്തു. അദ്ദേഹം അതാ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിയുണ്ടല്ലോ. അവിടുന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ. ആ വ്യക്തിയെ കാണാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ആഗ്രഹിച്ചു കൊതിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ നബി തങ്ങളുടെ താങ്ങും തണലായിരുന്ന അബൂ താലിബിന്റെ പൊന്നോമന പുത്രന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ അരികയിൽ വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ ആരാണ്? ഏത് നാട്ടുകാരനാണ്? നിങ്ങളെ പേരൊന്ന് പറയുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഗിഫാർ ഗോത്രക്കാരനാണ്. എന്റെ പേര് അബൂദറാണ്. നിങ്ങൾ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട്, നിങ്ങൾ ഈ നാട്ടിലെ അതിഥിയായതുകൊണ്ട്, വിരുന്നുകാരനായതുകൊണ്ട് എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമെന്ന് നിങ്ങൾക്ക് തരാം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണത്തിന്റെ ആവശ്യവുമുണ്ട്, ഞാൻ വരാം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ അതിഥിയായി വിരുന്നുകാരനായി ഭക്ഷണം കൊടുക്കുന്നു, അദ്ദേഹം കഴിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ചോദിക്കാൻ പേടിയാകുന്നു. വന്നതിന്റെ ഉദ്ദേശം എന്നതാണ് എന്ന് പറയാൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനും പേടിയാവുകയാണ്. കാരണം എന്തേ? ഈ വ്യക്തി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരുടെ ഭാഗത്താണെന്ന് അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സപ്പോർട്ടിന്റെ ആളാണോ, അല്ല അദ്ദേഹത്തിനെ എതിർക്കുന്ന പക്ഷത്തിലാണോ എന്ന് അറിയാത്തത് കൊണ്ട് വന്ന ഉദ്ദേശം പറയാൻ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഭയമാണ്, പേടിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ് അതും പേടിയാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്താൽ ചിലപ്പോൾ ഈ നാട്ടിലെ ഖുറൈശികളുടെ പക്ഷത്തിലാണോ അദ്ദേഹം, വല്ലതും ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വല്ല നാശനഷ്ടവും ഉണ്ടാകുമോ എന്ന പേടി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുമുണ്ട്. ചുരുക്കത്തിൽ 3 ദിവസക്കാലം ആനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലോ അതിഥിയായി ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, വരുന്നു, താമസിക്കുന്നു. 3 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ അതിഥി സൽക്കാരം 3 ദിവസമാണല്ലോ. ഒരു വിരുന്നന്മാർ വന്നാൽ 3 ദിവസമാണല്ലോ നാം വിരുന്ന് കൊടുക്കേണ്ടത്. 3 ദിവസമായാൽ അവർ പോകണം. പോകുന്നില്ലെങ്കിൽ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കണം. അവിടുത്തെ ഉദ്ദേശം സഫലീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അബൂദർ, നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്ന ഉദ്ദേശം നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് വല്ല വിഷമവും ഉണ്ടാകുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ പറയൂ. നിങ്ങൾ വിദേശിയാണ്, നിങ്ങൾ ഒന്നും ഞാൻ ചെയ്യില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത് മക്കയിൽ ജനിച്ചതായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലായുടെ മകനായ മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്. ആ ഖുർആൻ വല്ലാത്ത അത്ഭുതമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് തിന്മകളെ വിരോധിക്കുന്നുണ്ട്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ റസൂലാണ്, നബിയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന, മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് ഇവിടെ എന്ന് അറിഞ്ഞുകൊണ്ട് അയാളൊന്ന് കാണാൻ ഞാൻ വന്നതാണ് അലിയേ, അതുകൊണ്ടൊന്ന് കാണാൻ എന്താണ് വഴിയെന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള ഒരാൾ കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഖുർആനെയും അന്വേഷിച്ചു വരുന്ന ആളുകൾ ആരാണോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങള്. നിങ്ങളെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരാം. അവിടുന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ചില കാര്യങ്ങൾ, ചില കലാമുകൾ, ചില ആയത്തുകൾ ഓതിക്കൊടുത്തു.
മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനക്ക് ഒന്നുകൂടി ആ ഖുർആൻ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട നാഭിലൂടെ കേൾക്കാൻ, ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ കൊതി കൂടിയപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരണം, നിങ്ങൾ എന്റെ കൂടെ വരണം. പക്ഷേ ഞാനും നിങ്ങളും ഒന്നിച്ച് നടന്നാൽ ഈ നാട്ടുകാർക്കറിയാം ഗിഫാർ ഗോത്രക്കാരൻ അബൂദർ അലിയുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അക്രമമുണ്ടാകാം, മക്കയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, വിഷമമുണ്ടാകാം. അതുകൊണ്ട് ഞാൻ മുന്നിലൂടെ നടന്നു പോകും. എന്റെ കയ്യിൽ ഒരു പോഞ്ചിയുണ്ട്, വെള്ളത്തിന്റെ ഒരു പോഞ്ചിയുണ്ട്, വെള്ളത്തിനാലുള്ളൊരു പാത്രം എന്റെ കയ്യിലുണ്ട്. മക്കയിൽ ഉപദ്രവിക്കുന്ന ആക്രമിക്കുന്ന ആളെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ ആ വെള്ളപ്പാത്രവുമായി ഞാൻ അവിടെ വെച്ച് ഇരുന്ന് മൂത്രിക്കും പോലെയാക്കും. പക്ഷേ ഞാൻ മൂത്രിക്കുകയല്ല. അബൂദർറെ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അക്രമമുണ്ട്, അപകടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴിമാറണം, എന്റെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ വഴി നോക്കണം. വീണ്ടും നമുക്ക് ആ വഴിയിലൂടെ കടന്നു പോകാം. എന്നിട്ട് യാത്ര തുടരുന്ന സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുന്നത് വരെ വെള്ളപ്പാത്രവുമായി ഞാൻ നിങ്ങളെ മുമ്പിലൂടെ നടന്നു പോകും. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ പാത്രമായി ഇരുന്ന് മൂത്രിക്കും പോലെ ആക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടെ നോക്കിക്കൊണ്ടാണ് പിന്നിലൂടെ നടക്കുന്നത്. എവിടെയും ഇരിക്കുന്ന കാണുന്നില്ല. തെറ്റുന്ന വഴി മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനക്ക് അറിയുന്നുണ്ട്. ആ റൂട്ടിലൂടെ വീണ്ടും തെറ്റിപ്പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്ന് നീങ്ങി അവസാനമായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഖം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പരിശുദ്ധമായ ഖുർആൻ ചുരുങ്ങിയ സ്വഹാബത്തിന് ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് കടന്നു പോവുകയാണ്. ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികയിൽ പോയിരുന്ന ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആനൊന്ന് എനിക്ക് ഓതിത്തരുമോ നബിയേ? ഞാനൊന്ന് ആ കലാമൊന്നു കേൾക്കട്ടെ നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ ആനായ അബൂദർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ എന്നെ ഒന്ന് ചേർക്കുമോ നബിയേ? ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു മെമ്പറായി എന്നെ വന്ന് അംഗീകരിക്കുമോ നബിയേ? അതിനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു തരുമോ റസൂലേ?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ നീട്ടിക്കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് പറഞ്ഞു കൊടുത്തു, പറയൂ അബൂദർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മെമ്പറാക്കി കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദൂരയിൽ നിന്ന് ഹബീബിനെ കാണാൻ, ഹബീബ് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ കേൾക്കാൻ, ഗംഭീരമുള്ളതായ ആഴമുള്ള അർത്ഥമുള്ളതായ ഖുർആൻ അതൊന്ന് കാണാനും കേൾക്കാനും വന്ന മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ആ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് കുറച്ച് ദിവസക്കാലം താമസിച്ചു. ഖുർആനെ പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ നാട്ടിലേക്ക് പോയി പരിശുദ്ധമായ ഖുർആൻ എന്റെ നാട്ടുകാർക്ക് ഓതി കൊടുക്കട്ടെയോ റസൂലേ? ഹബീബായ തങ്ങളെ പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ നബിയേ? തങ്ങളൊന്ന് എനിക്ക് സമ്മതം തരുമോ നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ശരി, നാട്ടിലേക്ക് പോയി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിക്കോ. പക്ഷേ വിഷമങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, ആക്ഷേപങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പരസ്യമായി, അതല്ലെങ്കിൽ രഹസ്യമായി ഇപ്പോൾ പ്രബോധനം തുടങ്ങിയാൽ മതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധത്തിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു, ഗിഫാറിലേക്ക് അയച്ചു കൊടുത്തു. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ നാട്ടിലേക്ക് പോയി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ആ നാട്ടുകാർക്ക് ഓതിക്കൊടുക്കുകയാണ്. എന്തൊരു സൗന്ദര്യമാണ് കേൾക്കാൻ! ആ പരിശുദ്ധമായ ഖുർആനിൻ നന്മകൾ എന്തെല്ലാമാ പറയുന്നത്! ഒരു മനുഷ്യനായ എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള എല്ലാ വകുപ്പുകളും അതിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാര്യങ്ങളെ അതിൽ വിരോധിച്ചിട്ടുണ്ട്. വസ്തിക്കുന്ന കാര്യങ്ങള്, കള്ളുകള്, ഇതുപോലെയെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള എല്ലാ വിഷമങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൽ നന്മകളും തിന്മകളെയെല്ലാം വിരോധിച്ചുകൊണ്ടോ സൽക്കർമ്മങ്ങൾ പഠിപ്പിച്ചുകൊണ്ടോ പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുമ്പോൾ ഖുർആൻ കേൾക്കാൻ ആളുകളുണ്ടായി. ഖുർആൻ കേട്ടപ്പോൾ അതിലേക്ക് ആളുകൾ ആകർഷിച്ചു വന്നു. ജനങ്ങൾ ലോകത്ത് കോടാനുകോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സ്വഭാവം, പരിശുദ്ധമായ ഖുർആന്റെ ആഴമുള്ള അർത്ഥമുള്ള ആയത്തുകൾ പഠിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിൽ എന്താണ് ഉള്ളത് എന്നോ ഖുർആനിൽ എന്താണ് ഉള്ളത് എന്നോ ഖുർആനിന്റെ പഠനം നടത്താൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിജീവികൾ ഖുർആനെ പഠിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാൻ ലോകമെന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അത് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയം കൈവരിച്ചു. അവരെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ.
അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ പിന്തിരിഞ്ഞു പോകുന്നവരാണ്. അനാവശ്യ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നില്ല, ഹറാമിൽ ഇടപെടുന്നില്ല, ഹറാമിലേക്ക് പോകുന്നില്ല. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. നിസ്കാരമല്ല, നോമ്പും അതുപോലെ തന്നെ സക്കാത്തും തുടങ്ങിയ നിർബന്ധമായ കാര്യങ്ങളിൽ സക്കാത്ത് ഓരോ മനുഷ്യന്റെയും കച്ചവടത്തിൽ നിന്ന് 2.5% പരിശുദ്ധ ഇസ്ലാം കൊടുക്കാൻ പഠിപ്പിക്കുമ്പോൾ ആ സക്കാത്ത് പൂർണ്ണമായും വീടുന്നവനാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. സക്കാത്ത് പൂർണ്ണമായും വീടുന്നവനാണ്. സക്കാത്തിൽ ആ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു കൊല്ലമാകുമ്പോൾ 2.5% കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ സ്വർണത്തിന്റെ സക്കാത്ത് 2.5% പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഇസ്ലാം പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ മുതലാളികളായ ആളുകളോട്, പണക്കാരായ ആളുകളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള പണക്കാരായ ആളുകളുടെ 2.5% അത് അവർക്കുള്ളതല്ല, അത് പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്, മിസ്കീന്മാർക്കുള്ളതാണ്, ഫക്കീറന്മാർക്കുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ വിഭാഗത്തിന്റെ അർഹതപ്പെട്ട കാര്യമാണത്. അവർക്കാണത് കൊടുക്കേണ്ടവരാണ്, അതിന് അർഹതപ്പെട്ട ആളുകളോ എന്ന് അറിഞ്ഞുകൊണ്ട് സകാത്ത് പൂർണ്ണമായും ാണ്. സയ്യിദനാ അമീറുൽ മോമിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന്റെ ശേഷം മഹാനായ സിദ്ദീഖ് തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഹബീബായ തങ്ങളെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സക്കാത്ത് കൊടുത്തിരുന്നത് അതുപോലെ നിങ്ങളെ സക്കാത്ത് കൊടുക്കണേ. സ്വഹാബത്തിന്റെ ഇടയിൽ ചില ഭിന്നാഭിപ്രായം വന്നപ്പോൾ മഹാനായ അമീറുൽ മോമിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹാബ, മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിലാ ഒരു മൃഗത്തിന് കൊടുക്കുമ്പോൾ, ഒരു ഒട്ടകത്തിന് കൊടുക്കുമ്പോൾ, ഒരു പശുവിനെ കൊടുക്കുമ്പോൾ, ഒരാടിനെ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കയറ് കൊടുത്തിരുന്നെങ്കിലോ, വള്ളി കൊടുത്തിരുന്നെങ്കില് ഞാൻ ഭരണകാലത്ത്, എന്റെ ഭരണകാലത്ത് ആ കയറ് കൊടുക്കണമെന്ന് പറയുകയാണ് എന്ന് ശക്തമായി പറഞ്ഞ ഒരണമണി തൂക്കം പോലും അതിൽ വ്യത്യാസം കാണിക്കാൻ ഈ അബൂബക്കർ സമ്മതിക്കുകയില്ല എന്ന ധീരത കാണിച്ച മഹാനായ സയ്യിദുനാ അമീറുൽ മോമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെയെല്ലാം യുദ്ധത്തിന് പോയിട്ടുണ്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഹബീബായ തങ്ങളെ കൂടെ യാത്രയിലുണ്ടായിരുന്ന, യാത്രയിൽ പോകുമ്പോൾ നബി തങ്ങളെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും അപ്പോഴും മാറി മാറി നിന്നിരുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ സക്കാത്ത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും എന്റെ ഭരണകാലത്തില്ല. ആരെങ്കിലും വ്യത്യാസപ്പെടുത്തിയാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായി, എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനീൻ പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വിജയം കൈവരിക്കാനുള്ള മാനദണ്ഡം വെറുതെ നിസ്കരിച്ചാൽ ആവുകയില്ല. നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാകണം.
അവൻ എല്ലാ പടക്കത്തരങ്ങളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അവന്റെ ഫർദായ സകാത്ത് കൊടുത്തു വീടണം എന്ന് മാത്രമല്ല, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യങ്ങളെ അവർ സൂക്ഷിക്കണം. ഗുഹ്യങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. ഗുഹ്യങ്ങളെ സൂക്ഷിക്കാതെ ഹറാമിൽ ഇടപെടുന്ന ആളുകൾ വിജയം കൈവരിക്കുകയില്ല. അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവർ സകാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവരെ ഭാര്യമാരിലൂടെ വഴികെ, അവരെ ഇണകളിലൂടെ വഴികെ ഹലാലായ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ ഇണകളായി ജീവിക്കുന്ന ആളുകളിലൂടെയല്ലാതെ, ഹലാലായ അടിമപ്പെണ്ണുകളിലൂടെയല്ലാതെ അവൻ ഗുഹ്യങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണമെന്നോ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഭാര്യമാരുടെയല്ലാതെ, ഹലാലായ അടിമപ്പെണ്ണിലൂടെയല്ലാതെ ഗുഹ്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഭാര്യമാരിലൂടെയോ അടിമ പെണ്ണുകളിലൂടെയോ അവർ ഗുഹ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലോ, വികാരങ്ങൾ തീർക്കുന്നുണ്ടെങ്കിലോ, ഫൈന്നഹും ഗൈറു മലൂമീൻ, അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല, അവർക്ക് തെറ്റില്ല, അവർക്ക് കുറ്റമില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതിനപ്പുറമായി ഇണകൾ ഹലാലായ ഇണകളിലൂടെയല്ലാതെ, ഹലാലായ അടിമ പെണ്ണുങ്ങളിലൂടെയല്ലാതെ അതിനപ്പുറമായി വല്ലവരുത്തരും ആഗ്രഹിച്ചാൽ, വല്ല രൂപത്തിലും അവൻ വികാരം തീർത്താൽ അവൻ അധികപ്പറ്റ് ചെയ്തവനാണ്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, വിജയം കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളോ, സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളോ ഇന്ന് വഞ്ചിക്കപ്പെടുന്ന കാലമാണ്. സൂക്ഷിക്കാൻ കൊടുത്ത വസ്തുക്കളോ തിരിച്ചു കൊടുക്കാറില്ല, ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. ആഖിറു സമാനിന്റെ കാലഘട്ടം അതാണ് എന്ന് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അമാനത്ത് വഞ്ചിക്കപ്പെട്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തു, എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യം എന്താണോ അത് ഞാൻ സൂക്ഷിച്ചു കൊടുത്തു. എന്റെ അവധി കഴിയുമ്പോൾ ആ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട വസ്തുവിന് അവധികാരികളായ അവകാശികളായ ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് മുസ്ലിമായ മനുഷ്യന്റെ നിർബന്ധമായ കാര്യമാണെന്ന് ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ആ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ താക്കോൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആ മക്ക എന്ന് പറയുന്ന മക്കം ഫതഹ് ഉണ്ടായ സമയത്ത് ആ കഅബ ശരീഫ് തുറക്കാൻ അന്ന് താക്കോൽ ആരുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത്, ആ താക്കോല് വിളിപ്പിച്ചുകൊണ്ട് ആ വാതിലങ്ങ് തുറന്നുകൊണ്ട് കഅബ ശരീഫ് വൃത്തിയാക്കി ആ താക്കോൽ അതിന്റെ അധികാരികൾക്ക് തിരിച്ചു കൊടുത്ത് പഠിപ്പിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കഅബ ശരീഫിന്റെ താക്കോല് ആരുടെ കയ്യിലാണോ വേണ്ടത് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടോ ലോകത്തോട് പഠിപ്പിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സ്ഥാപനത്തിന് നമ്മുടെ കയ്യിൽ താക്കോല് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരങ്ങാടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം, ഒരു ഹോട്ടല്, ഒരു കച്ചവടം ഏതായിരുന്നാലും നമ്മുടെ വിശ്വാസത്തിലായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് വഞ്ചിക്കപ്പെടുന്ന കാലമാണ് സഹോദരാ.
അത് സൂക്ഷിക്കാനാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ആ സ്വത്തുക്കളെ സൂക്ഷിക്കാനാ ഇസ്ലാം പറയുന്നത്. അതിന്റെ മാലിക്കാരാണോ, അതിന്റെ മുതലാളി ആരാണോ, അവർക്കത് തിരിച്ച് അതേപോലെ കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്ത് സുന്ദരമാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുന്ന ആ മഹത്തായ ലോകത്തോട് പഠിപ്പിക്കുന്നതായ ആദർശം നാം പഠിച്ചു വെക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്നു, വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഉടമ്പടി ചെയ്ത, കരാറ് ചെയ്ത കാര്യങ്ങള് അത് ക്രമം പോലെ പാലിക്കുന്ന ആളുകളാണ് നാം. കരാറുകൾ ചെയ്താൽ ഇന്ന് കരാറുകൾ വഞ്ചിക്കപ്പെടുകയാണ്. സ്ഥലങ്ങൾ കച്ചവടം ചെയ്താൽ, ബിൽഡിങ്ങൾ കച്ചവടം ചെയ്താൽ ആ കരാറിനെ പൊളിക്കുന്നവരാണ് നമ്മളോ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. മാനത്ത് സ്വത്തുക്കളെയും അതുപോലെ കരാറ് ചെയ്ത സഹോദരങ്ങളെയെല്ലാം അതുപോലെ സൂക്ഷിച്ച് പാലിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുകയും തിരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുകയും കരാറുകളെ പാലിക്കേണ്ടത് പാലിക്കുകയും ചെയ്തവർ മാത്രമാണ് വിജയം കൈവരിക്കുന്നവർ എന്ന് സൂറത്തുൽ മുഅ്മിനീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. ഒന്നുകൂടി ആ നിസ്കാരത്തിനെ പറ്റി ആയത്തിൽ പറയുകയാണ്. നിസ്കാരത്തെ സൂക്ഷ്മതയോടുകൂടെ പാലിക്കുന്നവരുമാണ്. കിട്ടിയപ്പോൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരല്ല, സമയത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നിസ്കാരത്തെ വീടുന്നവരാണ്. 100 നിസ്കാരം എപ്പോഴെങ്കിലും രാത്രി വന്നുകൊണ്ട് കടകളെല്ലാം ബന്ദ് ചെയ്തുകൊണ്ട് ഓറും അസ്റും മഗ്രിബും ഇശായും ഒന്നായി നിസ്കരിക്കുന്ന ഒരു സംവിധാനം ചില ആളുകളിൽ കാണാം. മഗ്രിബും ഇശാവും ഒന്നിച്ച് രാത്രിയിൽ നിസ്കരിക്കുന്ന ചില ആളുകളെ കാണാം. നിസ്കാരത്തിന്റെ സമയത്തിന് ഒരു ഗൗരവം കൊടുക്കുന്നവരല്ല, എങ്കിലേ അവർ വിജയം കൈവരിച്ചവരുമല്ല. വെയിലെന്ന നരകം നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവർക്കെന്നാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവർ കൃത്യമായി സമയത്ത് അവർ നിസ്കരിക്കുന്നില്ല. അവർക്ക് വൈലെന്ന നരകമുണ്ട്. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. മടിയന്മാരായി എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ഒരു വിഭാഗം നിസ്കാരക്കാരുണ്ട്. അവർക്ക് വൈലെന്ന നരകമുണ്ട് എന്നോ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അവർ വിജയം കൈവരിക്കുകയില്ല. നിസ്കാരമുണ്ട്, കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരം കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ ഉലൈക ഹുമൽ വാരിസൂനല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അവരാരാണെന്നറിയുമോ? ഉലൈക, അങ്ങനെയുള്ള ആളുകളോ, ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വന്ന ആളുകളോ, അവരെ ഹുമൽ വാരിസൂൻ, അവർ അനന്തരാവകാശികളാണ്. എന്തിന്റെ അനന്തരാവകാശികളാണ്? അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഫിർദൗസാകുന്ന സ്വർഗമുണ്ടല്ലോ, നാളെ ആഖിറത്തിൽ ആഡംബരമേറിയ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കാത്ത ആളുകാരാണ്. ആ ആഡംബരമേറിയ സ്വർഗത്തിലോ ഫിർദൗസാകുന്ന സ്വർഗത്തിലെ അനന്തരമെടുക്കുന്ന ആളുകളോടൊപ്പമാണ്. ആ സ്വർഗം അവർ അനന്തരമെടുക്കുന്നവരാണ്. ഉലൈക ഹുമുൽ വാരിസൂനല്ലദീന യരിസൂനൽ ഫിർദൗസ്
ഫിർദൗസാകുന്ന അല്ലാഹുവിന്റെ സ്വർഗീയ ഭവനം അനന്തരമെടുക്കുന്ന ആളുകളാണവർ. ആ ആയത്തിൽ അവസാനം പറയുന്നു ലഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ കാലാകാലം താമസിക്കുന്നവരാണ്. കാലാകാലം സ്വർഗീയ ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പരിശുദ്ധമായ ഖുർആൻ പരലോകത്തിന്റെ വിജയം കൈവരിക്കുന്ന ആളുകളെ സംബന്ധിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുമ്പോൾ ഇത് സൂക്ഷിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും വിജയം കൈവരിക്കാൻ കഴിയും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഭൗതിക ലോകത്തും അവർക്ക് യാതൊരു പേടിയുമില്ല, അവർ ഭയപ്പെടേണ്ടതുമില്ല. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന്റെ ഔലിയക്കന്മാരായി ജീവിച്ച മഹാന്മാർ, അഖ്താബികളായി ജീവിച്ച മഹാന്മാർ, മഹാനായ ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളെ പോലെയുള്ള ലോകത്തൊരുപാട് അഖ്താബികൾ വന്നുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലിറങ്ങി അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിലുള്ള വിധിവിധാനങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തിയവരാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തവരാണ്, വിരോധിച്ച കാര്യങ്ങൾ വിരോധിച്ചവരാണ്. ലോകത്തൊരുപാട് അഖ്താബികൾ വന്നുപോയത് നമുക്കറിയാം. അല്ലാഹുവിന്റെ അടുത്ത ഇതെല്ലാം പാലിച്ചു ജീവിച്ച അല്ലാഹുവിന്റെ അടിമയാണ് വലിയ എന്ന് പറയുന്നത്. അങ്ങനെ വലിയന്റെ ജംആണ് ഔലിയ. ലോകത്തൊരുപാട് ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാർ വന്നുപോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകാം, ഖിയാമത്ത് നാളെ വരെ ഉണ്ടാകാം. അവരെയെല്ലാം ആത്മീയമായി നിയന്ത്രിക്കുന്ന നേതാക്കന്മാരാണ് ഖുത്ബ് എന്ന് പറയുന്നത്. ആ ഖുത്ബിന്റെ ജംആണ് ബഹുവചനമാണ് അഖ്താബ്. അങ്ങനെ ലോകത്ത് കാലഘട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അഖ്താബികളെ അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഖുത്ബാണ് മഹാനായ ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളോ. മഹാനവറുകളെ ഉറൂസുകൾ അവരെ ദർബാറിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അവരെ മദദ് കിട്ടാൻ, അവരെ ബർക്കത്ത് കിട്ടാൻ, അവരെ തിരുനോട്ടം കിട്ടാൻ അവരെ മുമ്പിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലീഡറുകളാണ് അവർ. ലോകത്ത് അഖ്താബികളുടെയും ലീഡർമാർ വന്നുപോയിട്ടുണ്ട്. അവർക്ക് ഖുത്ബുൽ അഖ്താബ് എന്നാണ് പറയുന്നത്. ഖുത്ബുൽ അഖ്താബ് ഔലിയാക്കന്മാരുടെ ലീഡറുകളാണ് അഖ്താബികൾ. അഖ്താബികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഖുത്ബുൽ അഖ്താബ്. അങ്ങനെയുള്ള ഖുത്ബുൽ അഖ്താബ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോട് പരിശുദ്ധമായ ഇസ്ലാം താരീഖ് പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് الشيخ محي الدين عبد القادر الجيلاني قدس الله تعالى سره العزيز തങ്ങളെ ഔലിയാക്കന്മാരുടെ ലീഡറാണ്. ഖുത്ബുൽ അഖ്താബാണ്. ഇറാഖിലാണ്, ബഗ്ദാദിലാണ് മറപ്പെട്ട് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സുൽത്താനുൽ ആരിഫീൻ الشيخ അഹ്മദ് അൽ കബീർ الرفاعي قدس الله تعالى سره العزيز തങ്ങളെ ഇറാഖിലാണ് കിടക്കുന്നത്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് അഹ്മദ് അൽ ബദവി തങ്ങളെ ഈജിപ്തിലാണ് കിടക്കുന്നത്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് ഇബ്രാഹിം അദ്ദസൂഖി തങ്ങളെ ഈജിപ്തിലാണ് മറപ്പെട്ട് കിടക്കുന്നത്.
മഹാനായ ഖുത്ബുൽ അഖ്താബ്, അഞ്ചാമത്തെ ഖുത്ബുൽ അഖ്താബ് ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ അങ്ങേ അറ്റത്തിലാണ് മറപ്പെട്ടു കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു തരുമാറാകട്ടെ. വിഷമങ്ങൾ അകറ്റി സന്തോഷങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ആളുകൾ ഈജിപ്തിൽ മറപ്പെട്ടു കിടക്കുന്നു. 2 അഖ്താബ്, 2 ഖുത്ബമാർ ഇറാഖിൽ മറപ്പെട്ട് കിടക്കുകയാണ്. അവിടെയെല്ലാം നമുക്ക് എത്താൻ, അവരെ കാണാൻ, അവരെടുത്തു പോയി സലാം ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവരെല്ലാം ഖുത്ബുൽ അഖ്താബായതും അഖ്താബീങ്ങളെല്ലാം അഖ്താബീങ്ങളായതും ഖുത്ബുസ്സമാനായത് ഔലിയാക്കന്മാരായത് വലിയകളെല്ലാം വലിയായത് പരിശുദ്ധമായ ഖുർആൻ അവർ ധാരാളം ഓതിയവരാണ്. ഖുർആനിന്റെ നിയമങ്ങൾ അവർ ജീവിതത്തിൽ പാലിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും വരാതെ ഹറാമിനെ തൊട്ട് ദൂരീകരിച്ചു നിന്നവരാണ്. അവരെ മേൽ ഫർളാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിച്ച മഹാന്മാരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ധാരാളം ഖുർആൻ ഓതണം. ഈമാൻ നമുക്ക് വർദ്ധിച്ചു കിട്ടും. ഖുർആൻ മറ്റുള്ളവർ കേൾക്കുന്നതും വളരെ സുന്നത്താണ്. കേട്ടതുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്ന വിഷയങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദുകളോട് വിവരിച്ചത് പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ഇജാസോടുകൂടെ എന്നും നിലനിൽക്കുകയാണ്. എന്റെ മുൻ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് പറഞ്ഞു, ഒരു നോവൽ വായിച്ചു തീരുമ്പോൾ ആ പുസ്തകം വലിച്ചെറിയും പോലെയുള്ളതല്ല. ഒരു പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാൽ വീണ്ടും അത് പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചെറിയും പോലെയല്ല. പരിശുദ്ധമായ ഖുർആൻ ഓതിയതുപോലെ പിന്നെയും ഓതാൻ താല്പര്യപ്പെടുന്ന കലാമാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ മഖ്ലൂഖല്ല ഖുർആൻ. മഖ്ലൂഖാണെന്ന് വാദിച്ച ആളുകളുണ്ട്. അല്ലാഹുവിന്റെ കലാമാണ്, മഖ്ലൂഖല്ല എന്നതിന്റെ പേരില് ഇമാമുമാർ ജയിലിലേക്ക് പോലും പോയിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പോരാടിയ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ മഖ്ലൂഖല്ല എന്ന് വാദിച്ചു. അല്ലാഹുവിന്റെ അസലിയായ കലാമാണ്, അല്ലാഹുവിന്റെ കലാമോ പണ്ടേ ഉള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധമായ മക്കയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ 40ാമത്തെ വയസ്സിൽ ഗാർ ഹിറായിൽ വെച്ചുകൊണ്ട് ജബലുൻ നൂറിൽ വെച്ചുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക എന്ന മഹത്തായ ആയത്ത് കൊണ്ട് ആരംഭിച്ചുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് അതുവരെ വന്ന 23 വർഷക്കാലം 6000 ചില്ലേരം വന്ന നേരത്തെ പറഞ്ഞ ആയത്തുകളോ അതാ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ അതിലെന്തെല്ലാം വിഷയങ്ങളാ ഉള്ളത് നിങ്ങൾ അറിയുമോ? പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിലുണ്ട്, വലഖദ് നസറക്കമല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ബദർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ ഒരു റമദാനിലെ ഹിജറയുടെ 2ാം വർഷം മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് 300 ചില്ലാനം ആളുകളും അബൂ സുഫിയാനും കൂട്ടരെയും പിടിക്കാൻ വേണ്ടി പോയതാണ്. യുദ്ധത്തിന് പോയതല്ല, മറിച്ച് തിരിച്ചൊരു യുദ്ധമുണ്ടായി. ബദർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ വിജയമുണ്ടായ മഹത്തായ യുദ്ധമാണ് ബദർ.
എന്നാ ബദർ എന്ന് പറയുന്ന ഒരു നാട്ടിന്റെ പേരാണല്ലോ. നമ്മളിൽ പലരും ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയവരാണ്. ഹജ്ജിന് പോയവർ, ഉംറയ്ക്ക് പോയവർ ബദറിൽ പോയി സിയാറത്ത് ചെയ്യുന്നു. അസ്ഹാബുൽ ബദരീങ്ങൾ 300 ചില്ലാനം ആളുകൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത സ്ഥലമാണ്. അവിടെ ശുഹദാക്കന്മാരെ മഖ്ബറകളുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയ മലകൾ അവിടെയുണ്ട്, പർവ്വതങ്ങളുണ്ട്. ആ നാടിനെ പറ്റി പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വലഖദ് നസറക്കമല്ലാഹു ബിബദർ. എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്? ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബദറിനെ പറ്റി പറയുന്നു, വലഖദ് നസറക്കമല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ബദർ എന്ന് പറയുന്ന നാട്ടില് നിങ്ങളെ അല്ലാഹു സഹായിച്ചിരിക്കുകയാണ്. ശത്രുപക്ഷം 3 ഇരട്ടി ഉണ്ടായിട്ടും 1000 ചില്ലാനം ഉണ്ടായിട്ടും 3 വിഭാഗം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്ന അസ്ഹാബുൽ ബദരീകൾ 300 ചില്ലാനം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സഹായം കൊടുത്തുകൊണ്ട് വല്ലാതെ സഹായിച്ചിരിക്കുകയാണ്. ബദർ എന്ന് പറയുന്ന നാട്ടിൽ ഖുർആനിൽ അല്ലാഹു പറയുന്നു. എന്നാൽ ഈ ബദർ എന്ന് പറയുന്ന ഈ ആയത്തിലുള്ള ഈ വാക്ക് അതൊരു നാടിന്റെ പേരാണെങ്കിൽ എത്രയോ മുന്നേ അല്ലാഹുവിന്റെ കലാമില് വലഖദ് നസറക്കമല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ അസരിയായ കലാമിലുണ്ടല്ലോ. ആ ബദറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ ആയത്തെ അല്ലാഹുവിന്റെ കലാമായി ബാക്കിയിരിക്കുകയാണ്. ബദർ എന്ന് പറയുന്ന നാടിന്റെ പേര് അല്ലാഹുവിന്റെ കലാമിലുണ്ടല്ലോ. അല്ലാഹു ബദർ എന്ന് പറയുന്ന നാട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ നാടിനെ ആദരിക്കുമ്പോൾ ആ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളാരാണ്? നമ്മളെ നാട്ടിന്റെ പേര് പറഞ്ഞിട്ടല്ല ഖുർആനിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ നന്നാക്കുകയാണ്, മനുഷ്യനെ വിജയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദുനിയാവിന്റെ വിജയവും ആഖിറത്തിന്റെ വിജയവുമെല്ലാം പരിശുദ്ധമായ ഖുർആനിലൂടെ, ഹബീബായ തങ്ങളിലൂടെ ലോകത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഭംഗിയുള്ള ആദർശങ്ങൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടാണ്. നിങ്ങൾ അറിയുമോ, നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ബദറിൽ ശത്രുപക്ഷത്തിന് ഗംഭീരമായ പരാജയമുണ്ടപ്പോൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങിയ നേതാക്കന്മാർ മുഴുവനും പരാജയപ്പെട്ടപ്പോൾ, ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, ചരപിടിക്കപ്പെട്ടപ്പോൾ, ഇത് കണ്ടുകൊണ്ടൊരു കൂട്ടം ആളുകൾ ഓടി മക്കയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കുറച്ച് ദിവസം അവിടെ താമസിച്ചു. മറ ചെയ്യേണ്ടവരെല്ലാം മറ ചെയ്തു. കൊല ചെയ്യപ്പെട്ടതായ ശത്രുപക്ഷത്തിനെ കൊണ്ടുപോയി ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിജയപ്രഖ്യാപനവുമായി മദീനയിലേക്ക് മടങ്ങിയപ്പോൾ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് എന്തെന്നില്ലാത്ത സന്തോഷമാ സ്വഹാബത്തിന്. വീടുകളിൽ, കല്യാണ പന്തലുകളില്, പള്ളികളിൽ വന്നാൽ ബദറിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. മക്കയിലാണെങ്കിൽ മരിച്ച കണ്ണോക്കാണ്. കാരണം നേതാക്കന്മാരാരുമില്ല, സുഹൃത്തുക്കൾ പലരും അതാ ബദറിൽ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മുറ്റത്തുള്ളൊരു തിണ്ണയിലൊരു പാറക്കല്ലില് അബൂജഹലും ഉത്ബത്തും ശൈബത്തും കൂട്ടുകാരും ഇരുന്ന് പഞ്ചായത്തിക നടത്തിക്കൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ട് നേരം പോക്കാക്കുന്ന ആ സമയത്തുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം
എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറക്കല്ലുണ്ട്, ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണയിൽ ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ആളും സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് എന്ന് പറയുന്ന ആളും രണ്ടാളും ഒരു ദിവസം ആ പാറക്കല്ലിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമൈർ പറഞ്ഞു, സഫ്വാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ പാറക്കല്ലിൽ നിന്ന് സംസാരിക്കാൻ മൂടില്ല, സന്തോഷമില്ല. കാരണം എന്തേ, ഒരു കാലഘട്ടത്തിലോ ഇവിടെ വലിയ വലിയ നേതാക്കന്മാർ ഇരുന്ന് സംസാരിച്ച പഞ്ചാധികാക്കിയതായ സ്ഥലമാണ്. ഇന്ന് നമുക്ക് കണ്ണോ കാണല്ലോ. ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, ബദറിൽ വെച്ചുകൊണ്ട് നേതാക്കന്മാർ മുഴുവനും കൊല ചെയ്യപ്പെട്ടു. മക്കക്കാർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത്. എന്റെ മകന് വഹബ് എന്ന് പറയുന്ന ആളും മുഹമ്മദിന്റെ കയ്യിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ മകൻ വഹബ് എന്ന് പറയുന്ന ആൾ ബദറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ചെരപിടിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അയാളെ അതാ കൊണ്ടുപോയി മദീനയിൽ അടിമയായി വെച്ചിട്ടുണ്ടോ. ഉമൈർ പറയുന്നു, സഫ്വാൻ, നീ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണോ? എനിക്ക് ഒരുപാട് കടങ്ങൾ ബാധ്യതകളുണ്ടോ? എന്റെ ഭാര്യാമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒപ്പില്ലാതെ വിഷമിക്കുകയാണ്. എന്റെ ബാധ്യതകളുടെ കടങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിലോ, എന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ ആരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിലോ, നാളെ തന്നെ ഞാൻ മദീനയിലേക്ക് പോയേനെ. മദീനയിൽ പോയി മുഹമ്മദിന്റെ തല എടുത്തേരെ. മുഹമ്മദിന്റെ കയ്യിലുള്ളതായ എന്റെ പൊന്നോവന പുത്രൻ വഹബിനെ ഞാൻ മോചിപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് കൊണ്ടുവന്നേരെ എന്ന് ഉമൈർ പറയുമ്പോൾ സഫ്വാൻ ആ പാറക്കല്ലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉമൈർ, നീ പറഞ്ഞ വാക്കൊന്നുകൂടി ആവർത്തിക്കുമോ? നീ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറയുമോ? ഉമൈർ പറഞ്ഞു, സത്യം സത്യം, ഞാനിതാ അത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ലാത്തയും മുസയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്തപ്പോൾ അവരുടെ ബിംബമായിരുന്നവർ ആരാധന വസ്തുവായിരുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലുള്ള വഹബിനെ മോചിക്കാൻ ഒരുങ്ങിയ മുഹമ്മദിന്റെ തലയെടുത്ത് കൊണ്ടുവരാൻ ഒരുങ്ങിയ ഉമൈർ അതാ തന്റെ കൂട്ടുകാരനായ സുഹൃത്തായ സഫ്വാൻ ഇബ്നു ഉമയ്യത്തിന്റെ മകനായ സഫ്വാൻ പറഞ്ഞു, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു മോനെ. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും ചെലവിന്റെ കാര്യങ്ങള് ഞാൻ ഏറ്റെടുത്തു മോനെ. നീ ആർക്കെല്ലാമാണോ കടങ്ങൾ കൊടുക്കാനുള്ളത്, ബാധ്യതകൾ എന്തെല്ലാമാണോ അതൊന്ന് എഴുതിത്തരാമോ? അതെല്ലാം ഞാൻ വീടിക്കൊള്ളാം, അതെല്ലാം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് പറഞ്ഞുകൊണ്ട് നല്ല മൂർച്ചയുള്ള ഒരു വാളെടുത്തുകൊണ്ട് ഉമൈർ ഇബ്നു വഹബിന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ ഉമൈറും സഫ്വാനും ആ പാറക്കല്ലിൽ വെച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് കരാറ് ചെയ്തു, വയ്യത്ത് ചെയ്തു, ഈ കാര്യം ഞാനും നീയുമല്ലാതെ വേറെ ഒരാൾ, മൂന്നാമത്തെ ഒരാൾ അറിയാനോ പറയാനോ പാടില്ല. രണ്ടുപേരും ബൈഅത്ത് ചെയ്തു, കറാറ് ചെയ്തു. ആരോടും പറയാതെ മൂർച്ചയുള്ള വാളുമായി ഉമൈർ ഇബ്നു വഹബ് മദീനയിലേക്ക് നീങ്ങുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷം മദീനയിൽ കുതിരപ്പുറത്ത് ഉമൈർ ഇബ്നു വഹബ് മദീന പള്ളിയുടെ അന്നത്തെ ഈത്തപ്പന തണ്ട് കൊണ്ട് തൂർത്തവണാക്കി വെച്ച ഈത്തപ്പന ഓല കൊണ്ട് അതാ മാടാക്കി വെച്ച മദീന പള്ളിയില് സ്വഹാബത്ത് ഇരുന്ന് സന്തോഷിക്കുകയാണ്. അബൂജഹലിനെ കൊന്ന വിവരം അവർ പറയുകയാണ്, ഉത്ബത്തിനെ കൊന്ന വിവരം അവർ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അതാ വടിക്കഷ്ണം
പ്രശ്നം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തപ്പോൾ സഹാബികൾ ആരെയാണോ കൊല്ലാൻ വിചാരിച്ചത് അവരിലേക്ക് ഓങ്ങുമ്പോൾ അവരെ തലയങ്ങ് പാറുന്ന ചിത്രമതാ സഹാബത്ത് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷിക്കുമ്പോൾ കുതിരപ്പുറത്ത് ചീറി വന്ന ഉമൈർ ഇബ്നു വഹബ് അതാ മദീന പള്ളിയുടെ മുറ്റത്ത് ആ കുതിരയെ മുട്ടുകുത്തിക്കൊണ്ട് കിടത്തിയപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ഉമൈർ ഇറങ്ങിയ സ്പീഡ് കണ്ടപ്പോൾ ദൂരെ നിന്ന് കണ്ടു. ആര് കണ്ടു? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയുന്നു, നിശബ്ദമാകൂ സഹാബ. അതാ പള്ളിയുടെ മുറ്റത്ത് കുതിര മുട്ടുകുത്തിക്കൊണ്ട് ഇറങ്ങിയതായ മനുഷ്യന് ഉമൈറാണ്. അവൻ ശൈത്താനാണ്. അദുവല്ലാഹി വ അദുവ്വ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ശത്രുവാണ്. അതുകൊണ്ട് അവന്റെ നീക്കം എന്താണ്, അവന്റെ പോക്കെന്താണ് എന്ന് ശ്രദ്ധിക്കണേ സഹാബ. ബദറിൽ നടത്തിയ യുദ്ധത്തിന് പകരം വീട്ടാൻ ചിലപ്പോൾ വന്നതാണോ, ആക്രമിക്കാൻ വന്നതാണോ? ഉടനെ ഉമൈർ വന്നുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, ഐന മുഹമ്മദ്, എവിടെയാണ് മുഹമ്മദ്? ചോദ്യം തന്നെ മനസ്സിലായി. ഐന റസൂലുള്ളാഹ് എന്നല്ല ചോദിച്ചത്. എവിടെയാണ് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എവിടെയാണ് അല്ലാഹുവിന്റെ റസൂല്? ഈമാൻ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ അങ്ങനെ ചോദിക്കും. ഐന മുഹമ്മദ് എന്ന ചോദ്യം വന്നപ്പോൾ സഹാബത്ത് ആരും അനങ്ങിയില്ല, ആരും മറുപടി പറഞ്ഞില്ല. രണ്ടാമതും വിളിച്ചപ്പോഴും മറുപടി പറഞ്ഞില്ല. മൂന്നാമത് വിളിച്ചപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയി ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടത്തെ വീട്ടിലാണുള്ളത്. നീ എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്? പറയൂ ഉമൈറേ. ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, ഇല്ല, പറയാനായിട്ടില്ല. എനിക്ക് മുഹമ്മദിനെ കാണണം, എനിക്ക് മുഹമ്മദിനെ കാണണം. മുഹമ്മദിനെ കാണാൻ വേണ്ടി ഞാൻ വന്നവനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ എന്റെ കൂടെ വരൂ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സഹാബികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ പറഞ്ഞു, താരോ നിങ്ങളും എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകളെ സഹാബികളായ ധീരന്മാരായ ആളുകളെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഹബീബായ തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടിക്കൊണ്ട്, യാ റസൂലല്ലാഹ്, വാതിൽ തുറക്കുമാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് വാതിൽ തുറന്നു കൊടുത്തു. എന്താണ് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കയിൽ നിന്ന് വഹാബിന്റെ മകൻ ഉമൈർ വന്നിട്ടുണ്ട്. പക്ഷേ സൗന്ദര്യമുള്ള മുഖത്തോടുകൂടെയുള്ള വരവല്ല, ഒരക്രമത്തിന്റെ ശൈലിയാ കാണുന്നത് നബിയേ. അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ ഞാൻ അനുവദിക്കുകയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ വീട്ടിന്റെ വാതിലിൽ ഇപ്രകാരം കൈപിടിച്ചുകൊണ്ട് അടച്ചു നിന്നു. വീട്ടിന്റെ പുറത്ത് സംസാരിക്കാം ഉമൈറേ. സ്വഹാബത്തിനോട് പറഞ്ഞു, അവന്റെ കയ്യും കാലും അനങ്ങുന്നത് നോക്കണം, ഉമൈറിന്റെ കയ്യും കാലും അനങ്ങുന്നത് ശ്രദ്ധിക്കണം. സ്വഹാബത്തിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റൗണ്ടപ്പ് ഇടാൻ പറഞ്ഞു, സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിടൂ ഉമറെ, കൈവിടൂ, ഉമൈർ എന്റെ മുമ്പിലേക്ക് വരട്ടെ.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നിർവാഹമില്ല, കൈവിട്ടു. ഉമൈർ ബിൻ വഹബ് അകത്തേക്ക് കയറി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനക്ക് വിറക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഉമൈറിനോട് ചോദിച്ചു, ഉമൈർ, നീ മദീനയിലേക്ക് വന്നത് എന്തിനാണ്? സത്യം പറയോ ഉമൈർ? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, എന്റെ മകൻ വഹബ് എന്ന് പറയുന്ന കുട്ടി ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധക്കളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് അവരെ മോചിക്കാൻ വേണ്ടി വന്നതാണ്, വേറൊന്നുമല്ല. അപ്പോൾ വഹബിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വഹബിനെ മോചിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങൾ പിൻഭാഗത്ത് വാളുമായി എന്തിനാണ് വന്നത്? അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് കമീസിന്റെ ഉള്ളിലായി വാള് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുന്നിലൂടെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്തിനാണ് വാളുമായി നിങ്ങൾ വന്നത്? ഉമൈർ പറഞ്ഞു, സാധാരണ അറബികൾ വാളുമായിട്ടല്ലേ വരാറുള്ളത്, അതുകൊണ്ട് വെറുതെ ഒന്ന് വാള് പിടിച്ചു എന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ വാള് കൊണ്ടുവന്നതല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വഹബിനെ മോചിക്കാൻ വന്നത് എന്ന് പറയുന്ന വാക്ക് സത്യമാണോ? ഉമൈർ പറഞ്ഞു, അതേ സത്യമാണ്. ഇല്ല ഇല്ല, നീ വഹബിനെ മോചിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള വാക്ക് സത്യമല്ല. സത്യമാണെങ്കിൽ നിന്റെ കൂട്ടുകാരനായ സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് മക്കയിലെ കഅബ ശരീഫിന്റെ മുമ്പിലുള്ള പാറക്കല്ലിന്റെ തിണ്ണയിൽ വെച്ചുകൊണ്ട് നിന്നോടെന്തിനാ കരാറുണ്ടാക്കിയത്? നിന്റെ എല്ലാ കടങ്ങളെയും വിടാൻ സഫ്വാൻ ഏറ്റെടുത്തില്ലേ? നിന്റെ ഭാര്യക്കും മക്കൾക്കുമുള്ള ചെലവിന് കൊടുക്കാം എന്ന് സഫ്വാൻ കരാറ് ചെയ്തില്ലേ? ആ സഫ്വാൻ മുഹമ്മദിന്റെ തലയെടുത്ത് വരാ നിന്റെ കയ്യിൽ വാള് തന്നില്ലേ? അതിനുള്ള കരാർ എന്തിനാ നീ ചെയ്തത് എന്നോ സയ്യിദനാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഫ്വാൻ സംസാരിച്ചത്, ഉമൈറാകുന്ന ഞാൻ സംസാരിച്ചത്, ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമത്തെ ഒരാൾ അറിയില്ല, പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ ഒരല്ലാഹുവുണ്ട്. ആ അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ അല്ലാഹുവിന്റെ തിരുദൂതരാണ് ഞാൻ എന്ന്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന തൗഹീദിന്റെ കലിമത്ത് മക്കയിൽ ഉച്ചരിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ശത്രുതയുണ്ടാക്കിയതോ ബദറിൽ വെച്ചുകൊണ്ട് യുദ്ധമുണ്ടാക്കിയതോ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലാഹു നീയും സഫ്വാനുമല്ലാതെ ആരും അറിയാത്ത ആ സമയത്ത് അതാ കരാർ ചെയ്ത വിഷയം അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് മോനെ. ഉമൈർ പറഞ്ഞു, ഞാനെല്ലാം മറന്നു. നിങ്ങളെ മതം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇതുവരെയും നിങ്ങളെ പറ്റി ഞാൻ തെറ്റായ ഭാവനയിലും തെറ്റായ വിചാരത്തിലുമാണ് ശത്രുത കാണിച്ചത്. അതേ, നിങ്ങളെ തലയെടുക്കാനാ ഞാൻ വന്നത്. എന്റെ മകൻ വഹബിനെ മോചിക്കാനാ ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരുമോ നബിയേ? അവിടുന്ന് പ്രവാചകനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് നബിയേ. അവിടുത്തെ മതത്തിൽ എന്നെ ചേർക്കുമോ
നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിന്റെ മെമ്പറായ ഉമൈർ റളിയല്ലാഹു അൻഹു ആയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമൈറിനിക്ക് പള്ളിയിൽ പോയി ഒളു എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം, കുളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം, നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കണേ ഉമറേ. ഖുർആൻ നന്നായി ഓതാൻ അറിയുന്നവരെ കൊണ്ട് ഖുർആൻ ഓതി കേൾപ്പിക്കോ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിച്ച ദൗത്യം അത് നന്നായി നിർവഹിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും സഹാബത്തും അതാ പരിശുദ്ധമായ ഖുർആൻ നന്നായി ഓതി കൊടുത്തപ്പോൾ, നന്മകൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, തിന്മകളെ വിരോധിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ വിഷയങ്ങള് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, ഖുർആനിന്റെ സൗന്ദര്യത്തില് ഖുർആനിന്റെ ആഴമുള്ള അർത്ഥത്തിൽ വീണുപോയ മനസ്സിലാക്കിയ ഉമൈർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത്രയും സൗന്ദര്യമുള്ള ഖുർആൻ എന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കൊന്ന് അനുവാദം തരുമോ നബിയേ? ഒന്ന് മക്കയിലേക്ക് പോകാൻ അനുവാദം തരുമോ നബിയേ? ഹബീബായ തങ്ങളെ മക്കയിലേക്ക് പോകാൻ ഉമൈർ ഇബ്നു വഹബിന് അനുവാദം കൊടുത്തു. തന്റെ പൊന്നോമന പുത്രനായ വഹബിനെ അതാ അറസ്റ്റ് ചെയ്യപ്പെട്ട വഹബിനെ മോചിപ്പിച്ചു കൊടുത്തു. ഉമൈർ മക്കയിലേക്ക് എത്തിയപ്പോൾ തന്റെ കൂട്ടുകാരനായ സഫ്വാനിന്റെ വീട്ടിലേക്ക് പോയില്ല. ബൈഅത്ത് ചെയ്ത, കറാറ് ചെയ്തതായ ആ സഫ്വാനിനെ കാണാൻ പോയില്ല. ആരോടും പറയാതെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയോടും മക്കളോടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഈ ഖുർആനെ പറ്റി ഞങ്ങളെ തെറ്റായ വിചാരം വിചാരിച്ചതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നു. ഈ ഖുർആൻ പഠിപ്പിച്ച മുഹമ്മദ് നബി തങ്ങളെ പറ്റി ഞങ്ങൾ ശത്രുത വെക്കേണ്ടി വന്നു. ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കാനോ ഓടിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. അതുകൊണ്ട് ആ മനുഷ്യരോ അത് സാധാരണ മനുഷ്യരല്ല മക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തിന്റെ നേതാവാണ്. നാം അറിയാത്ത കാര്യങ്ങളോ മറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മദീനയിൽ പറയുകയാണ്. ഞാനും സഫ്വാനും രഹസ്യമായി പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹം മദീനയിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ മതത്തില് ഖുർആൻ കേട്ടപ്പോൾ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളതാ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പറാകണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മക്കളെ മുഴുവനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അവരെ ഇസ്ലാമിന്റെ മെമ്പറാക്കുകയാണ്. തന്റെ ഭാര്യയും മെമ്പറാക്കുകയാണ്. നാളെ രാവിലെ സുബഹി ആകുന്നതിന് മുമ്പ്, സൂര്യോദയമാകുന്നതിന് മുമ്പ് നമ്മളെ മക്കയിൽ നിന്ന് വിടണം മക്കളെ. ഈ കാര്യം മക്കയിലെ നാട്ടുകാരറിഞ്ഞാൽ എന്നെ കൊന്നുകളയോ, നിങ്ങളെ കൊന്നുകളയോ. അതുകൊണ്ട് നമുക്ക് നാട് വിടാം. ഉള്ള വസ്ത്രവുമായി, ഉള്ള ഭക്ഷണ സാധനങ്ങളുമായി ഉമൈർ തന്റെ ഭാര്യയും മക്കളെയും എടുത്തുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. അതാ വഴിമധ്യയിൽ വെച്ചുകൊണ്ട് ആരോ യാത്രക്കാർ ഉമൈറിനെ മനസ്സിലാക്കിയപ്പോൾ ഉമൈറിന്റെ ഭാര്യനെയും മക്കളെയും പരിചയപ്പെട്ടപ്പോൾ എങ്ങോട്ടാ പോകുന്നത്?
യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മദീനയിലേക്കാണെന്ന് പറഞ്ഞു. കാര്യം ബോധ്യപ്പെട്ടതായ ആളുകളെ വന്നുകൊണ്ട് മക്കയിൽ വന്നുകൊണ്ട് സംഭവം പറഞ്ഞു. സഫ്വാനിക്ക് വിവരം കിട്ടിയപ്പോൾ സഫ്വാൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഉമൈർ ഇബ്നു വഹബ് മക്കയിലേക്ക് വന്നിട്ടുണ്ടോ? അതെ. ഉമൈർ യാത്ര വിട്ടെന്നാണോ പറയുന്നത്? അതെ. എവിടെയാണ് ഉമൈർ ഉള്ളത്? ഉമൈർ അതാ മക്കയിൽ നിന്ന് യാത്ര വിട്ട് മദീന പോകുന്ന വഴിയിലാണ്. സഫ്വാനെ വിടൂല, ഉമൈറിനെ വിടൂല. അവൻ എന്നോട് വാഗ്ദാനം ചെയ്തതോ എന്താണ്? ചെയ്തത് എന്താണ്? രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഉമൈറിനെ കൊല്ലാതെ മുഹമ്മദിന്റെ അനുയായിയായി വന്നുകൊണ്ട് തന്റെ ഭാര്യയും മക്കളെയും മുഹമ്മദിന്റെ അനുയായികളാക്കി മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സഫ്വാൻ ഓടി വന്നുകൊണ്ട് ഉമൈറിനെ തടഞ്ഞു. ഉമൈറിന്റെ ഭാര്യനെയും മക്കളെയും തടഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിടൂ സഫ്വാൻ, ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെയുള്ള നബിയല്ല മുഹമ്മദ്. അത് വല്ലാത്ത ഒരു അത്ഭുത മനുഷ്യനാണ്. കണ്ട അത്ഭുതങ്ങളെല്ലാം, സംഭവിച്ച അത്ഭുതങ്ങളെല്ലാം സഫ്വാനിനോട് പറഞ്ഞു. മോനെ സഫ്വാൻ, ഞാനും നീയും ആ കല്ലിന്റെ തിണ്ണയിലോ സംസാരിച്ചത് മദീന പള്ളിയിലുള്ള ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുമ്പോൾ ആ മുഹമ്മദ് നബി തങ്ങൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് പഠിപ്പിച്ചു തന്ന ഖുർആൻ അത് വല്ലാത്ത ഒരു കലാമാണ്. നന്മയിലേക്ക് നീക്കുന്ന മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഈ ലോകത്തിന്റെ വിജയത്തിനും പരലോകത്തിന്റെ വിജയത്തിനും നന്മകളെ പഠിപ്പിക്കുന്ന ഖുർആനാണ്. മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോൾ ഉമൈർ പറഞ്ഞു, സഫ്വാൻ, ഇനി നിനക്ക് എന്നോ കൂടെ മദീനയിലേക്ക് വരാം. സുബ്ഹാനല്ലാഹ്. സഫ്വാനെ മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. സഫ്വാൻ പറഞ്ഞു, നീ എന്താണ് എന്നോട് പറയുന്നത്? നീ എന്ത് വേണ്ടാത്ത കാര്യമാണ് എന്നോട് പറയുന്നത്? തമ്മിൽ വഴക്കമുണ്ടായി, പിണക്കമുണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾ ഓടി വന്നുകൊണ്ട് സഫ്വാനെ മാടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, വിടൂ, ഉമൈറിനെ വിടൂ. ഉമൈർ മുഹമ്മദിന്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പിടിച്ചു വെച്ച് നിർത്തിയാൽ ഉമൈറിനെ കൊണ്ട് പിന്നെ ഇവിടെ ഇസ്ലാമിന്റെ പ്രചരണം കൂടുതലുണ്ടാകും. അതുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞു സഫ്വാൻ ഇബ്നു ഉമയ്യത്തിനെ വിട്ടു, മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സഫ്വാൻ ഇബ്നു ഉമയ്യത്തിനെ മടക്കി മക്കയിലേക്ക് കൊണ്ടുപോയി. മഹാനായ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയും സ്വഹാബത്തും മദീനയിലേക്ക് പോകുകയാണ്. അവർ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുകയല്ല, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ശൈലി, ഖുർആനിന്റെ സുന്ദരമായ ശൈലി നാം എല്ലാവരും പഠിച്ച് ധാരാളം ഖുർആൻ ഓതണം, ധാരാളം ഖുർആൻ ഓതി ഈമാൻ വർദ്ധിപ്പിക്കണം. ഖുർആനിന്റെ ഒരുപാട് സൂറത്തുകൾ നാം ഓതണം. വഖഅത്തുൽ വാഖിയ സൂറത്ത് എന്നും ഓതണം, സൂറത്തുൽ മുൽക്ക് എന്നും ഓതണം, ആയത്തുൽ കുർസി എന്നും ഓതണം. ആയത്തുൽ കുർസി രാത്രിയിൽ നാം കിടന്നുറങ്ങുമ്പോൾ ഓതിക്കിടക്കണം. അതിൽ നമുക്ക് ഹിഫ്ളുണ്ട്. ഖുർആൻ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട്. ഖുർആൻ നമുക്ക് ഒരുപാട് സമാധാനങ്ങളുണ്ട്. ഖുർആൻ കൊണ്ട് ഒരുപാട് നമുക്ക് നേടാനുണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ നിർത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്തിന്റെ മുതലിനെ ഏൽപ്പിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രിയിൽ സക്കാത്തിന്റെ മുതൽ ഈത്തപ്പഴവുമായി കാത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ആ സക്കാത്തിന്റെ മുതൽ വാരി കൊണ്ടുപോകാൻ, ഒരു സഞ്ചിയിലാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു.
എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കള്ളനെ പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എന്നെ വിടണം, എനിക്ക് കുടുംബമുണ്ട്, പ്രയാസമുണ്ട്, കടമുണ്ട്, വിഷമമുണ്ട്, പട്ടിണിയാണ്, അതുകൊണ്ടാണ് ഞാൻ കക്കാൻ വേണ്ടി വന്നത്, എന്നെ വിടണേ എന്ന് പറഞ്ഞപ്പോൾ അബൂ റളിയല്ലാഹു അൻഹു വിട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ പോയ മഹാനായ അബൂ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രി കള്ളം വന്നിരുന്നല്ലോ, ആ കള്ളനെ നീ എന്തു ചെയ്തു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെ ഞാൻ പിടിച്ചു, ഞാൻ തങ്ങളെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ അവലാതി പറഞ്ഞു, കഷ്ടപ്പാട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിട്ടയച്ചു, ഞാൻ ഇനി തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അവൻ വീണ്ടും തിരിച്ചു വരും, അവൻ പറഞ്ഞത് കളവാണ്. പിറ്റേ ദിവസം അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മതയോടെ കാത്തു നിൽക്കുമ്പോൾ വീണ്ടും അതേ മനുഷ്യൻ വന്നുകൊണ്ട് സകാത്തിന്റെ മുതലിയതാ വാരിയെടുക്കുകയാണ്. ഞാൻ കയ്യോടുകൂടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഹബീബിന്റെ കോടതിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും, ഹബീബായ തങ്ങളോട് ഞാൻ അവലാതി പറയുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വിടണം, ഞാൻ കഷ്ടപ്പാട് കൊണ്ടുവന്നതാണ്, ഒരുപാട് വിഷമങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ഇനി തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടയച്ചു. പിറ്റേ ദിവസം സുബ്ഹി നിസ്കാരത്തിന് അബൂ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രി കള്ളം വന്നിരുന്നല്ലോ, അവൻ എന്തു ചെയ്തു? ഹബീബായ തങ്ങളോട് അവൻ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു, വിട്ടേക്കണമെന്ന് പറഞ്ഞു, ഇനി തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞു. നബി തങ്ങളെ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ വിട്ടയച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കളവാണ്, വീണ്ടും വരും. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, വീണ്ടും വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കൊണ്ട് ഉറപ്പാണ്, ഇന്ന് രാത്രി വരും. മൂന്നാമത്തെ രാത്രി വന്നപ്പോൾ അബൂ റളിയല്ലാഹു അൻഹു ശക്തിയായി പിടികൂടി. ആ സമയത്ത് അബൂ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല, ഞാൻ തിരിച്ചു വരികയില്ല എന്ന് നീ കളവ് പറഞ്ഞുകൊണ്ട് പോകുന്നു, വീണ്ടും വീണ്ടും വരുന്നു, നിന്നെ വിടുകയില്ല, ഹബീബായ തങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകും, നിനക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഇസ്ലാം പറഞ്ഞ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് അബൂ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറഞ്ഞു, ഞാൻ ഇനി തിരിച്ചു വരികയില്ല, നിനക്ക് ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം, അത് നീ ഓതിക്കൊണ്ട് രാത്രിയിൽ ഇവിടെ ഇരിക്കണം, ഉറങ്ങണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുൽ കുർസിയതാ അയാൾ ഓതിക്കൊടുത്തു. ഇതൊന്ന് ഓതിക്കൊണ്ട് കിടക്കണേ, എന്നാ നിന്റെ അടുത്ത് കള്ളന്മാര് വരികയില്ല, നിന്റെ വീട്ടിലേക്ക് കള്ളന്മാര് വരികയില്ല, ആക്രമിക്കാൻ വരികയില്ല, അല്ലാഹുവിന്റെ ഹിഫ്ള് നിനക്കുണ്ടാകും, നിന്റെ മുതലിനുണ്ടാകുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ പിറ്റേന്ന് സുബ്ഹി നിസ്കാരത്തിന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹളറത്തിലേക്ക് അബൂ റളിയല്ലാഹു അൻഹു പോയപ്പോൾ അബൂ റളിയല്ലാഹുവിനോട് വീണ്ടും ചോദിച്ചു, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലത്തെ കള്ളൻ എന്തു ചെയ്തു? അബൂ റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എനിക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്നും വിട്ടയച്ചു നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണ്, പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചെന്ന കലിമാത്തുകൾ അത് സത്യമാണ്. അബൂ ഹുറൈറ, ഖുർആനിലെ ആയത്തുൽ കുർസി നീ ഓതിക്കിടന്നോ,
നിന്റെ ശരീരത്തിനേക്ക് കാവലുണ്ട്, നിന്റെ മുതലിന് കാവലുണ്ട്, നിന്റെ വീടുകൾക്ക് കാവലുണ്ട്. പരിശുദ്ധമായ ആയത്തുൽ കുർസിയിലേക്ക് അത് ഗംഭീരമായ പവറുണ്ട് എന്ന് സയ്യിദുനാ ലോകൈക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് ആയത്തുകളോ ഒരുപാട് സൂറത്തുകളോ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് നമ്മുടെ ഗുണങ്ങൾക്ക് വേണ്ടി, ഭൗതിക ഗുണങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ, ഇമാമമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം മുറ പോലെ നിർവഹിച്ചുകൊണ്ട് ഖുർആന് ധാരാളം ഓതുന്നവരായാൽ നമ്മുടെ വീടുകൾ നിത്യവും ഖുർആനിന്റെ ശബ്ദം കേട്ടാൽ ആ വീടുകളിൽ ധാരാളം ബർക്കത്തുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. അത് പുറത്തു നിന്ന് ആരെല്ലാം കേൾക്കുമോ അവർക്കെല്ലാം നൂറാനിയത്തുണ്ടാവുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സഖാവി ഉസ്താദ് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആൻ അത് നൂറാണ്, നൂറുന്നലാ നൂറാണ്. ധാരാളം ഖുർആൻ ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വഅദ് നിർത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണേ. മദനി തങ്ങളെ ദർബാറിൽ വെച്ചുകൊണ്ട് ഒരു 2 മിനിറ്റ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബായ നബി തങ്ങളെ താങ്ങും തണലായിരുന്ന ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹായെ തവസ്സുലാക്കിക്കൊണ്ട് നമുക്കൊരു ദുആ ചെയ്യാം. നബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഖദീജ. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹായെ മദ്ഹ് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ പ്രിയ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹാന്റെ ബർക്കത്ത് കൊണ്ട് ഖുത്ബുസ് സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ശരീഫത്തുൽ മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പരിസരത്ത് മറപ്പെട്ട് എടുക്കുന്ന മഹാന്മാരായ സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി തരണേ അല്ലാഹ്. എല്ലാവിധ കടങ്ങളെയും വീട്ടി തരണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഒരൽപ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമോ? ഖദീജ ബീവിയെ തവസ്സുലാക്കി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. نتوسل بالحباب والبت للمستطاب والنبي ثم الصحابة فعسى دعوى مجابا صلى الله عليه وسلم. أعظم زوجاتي قادرا قتل منه أمرا خطبت أحمد بكرا غنيمت منه شبابا جل صلى الله على محمد وعليه وسلم. إن في الجنات قصرا لخديجة ويحرى وعطايا الله تترى
فوقها مثل سحابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ മഹദായ ഫളൽ കൊണ്ട് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മശായിഖമാരെ ബർക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പ്രിയ ഭാര്യയായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബർക്കത്ത് കൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖുത്ബുസ് സമാൻ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് പരിസരത്ത് മറപ്പെട്ട് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരെ സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ മുഅ്മിനീങ്ങളെ മലായികത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ് ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ് ഞങ്ങളെ ബേജാറുകളെ തീർത്ത് തരണേ അല്ലാഹ് ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഉള്ള മക്കളെ മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളാക്കണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ് ഉള്ള വീടുകളിൽ ഞങ്ങൾക്ക് നീ ബറകത്ത് ചൊരിയണേ അല്ലാഹ് വിവാഹപ്രായമായ ആൺമക്കൾ പെൺമക്കൾക്ക് കുഫൂത്ത ഇണകളെ നൽകണേ അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹ് വിവാഹം കഴിഞ്ഞ ദാമ്പത്യം ശരിയില്ലാത്തവരെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ് തലാഖ് ചൊല്ലപ്പെട്ടവർക്ക് ഖൈറായ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജ് യാത്ര പോകുന്ന സമയമാണ് ഒരുപാട് ഹാജിമാർ ഹജ്ജ് യാത്ര പോയി കഴിഞ്ഞു ഇനിയും ഒരുപാട് ഹാജിമാർ ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാത്ര റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ് ഒരുപാട് ഹാജിമാർ പ്രൈവറ്റിൽ പോകാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയവരെ തടപിടിക്കപ്പെട്ടിരിക്കുകയാണ് സൗദി ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുകയാണ് റബ്ബേ എത്രയും പെട്ടെന്ന് നീ അവർക്ക് പോകാൻ ആ വിസകളെ മുഴുവനും സൗദി ഗവൺമെന്റ് റിലീസാക്കി കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് പോകാൻ ഉദ്ദേശിച്ച മുഴുവൻ ഹാജിമാരെയും പരിശുദ്ധമായ അറഫാ മണ്ണിൽ അറഫാ ദിവസത്തിൽ ഇഹ്റാമിനായി എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് ഉംറയ്ക്കുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ചക്കൊമ്പ കണ്ടുകൊണ്ട് റൗള കണ്ടുകൊണ്ട് സലാത്ത് സലാം ചൊല്ലാനുള്ള സൗഭാഗ്യം ഒരുപാട് പ്രാവശ്യം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നായി ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ടുകൊണ്ട് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാകപ്പെട്ട പൂമുഖം കണ്ടുവരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഹബീബായ നബി തങ്ങളെ ഹൗദുൽ കൗസറും അവിടുത്തെ തിരുകല്യാണത്തിലും കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഹബീബായ നബി തങ്ങളെ ജിവാറിലായി സ്വർഗീയ ആഡംബരത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മരണപ്പെട്ടു പോയ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് മഹാനായ ശൈഖുനാ താജുൽ ഉലമാ ഖുറത്തുസ് സാദാത്ത് തുടങ്ങിയ മഹാന്മാർ നൂറുൽ ഉലമാ കൻസുൽ ഉലമാ തുടങ്ങിയ മഹാന്മാർ ശംസുൽ ഉലമാ തുടങ്ങിയ മഹാന്മാർ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വഅദ് പറഞ്ഞ മഹത്തുക്കൾ ആരെല്ലാം ഉണ്ടോ ആരെല്ലാം മരണപ്പെട്ടു പോയോ ഈ നാട് മരിച്ചു എത്രയോ ഭരണാധികാരികൾ മരിച്ചു ഈ പള്ളിയുടെ പരിസരത്ത് മറപ്പെട്ട് കിടക്കുമ്പോൾ അവരെ എല്ലാവരെയും പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.